എല്ലാരും കാത്തിരുന്ന ഒരു വീഡിയോ ആണിത്. കട്ട് ഓഫ് എത്ര, ആൻസർ കീ ഒക്കെ കിട്ടിയിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കേണ്ട ആവശ്യം. കാരണം നമ്മുടെ സിലബസ് ഒരു കുഞ്ഞു ടോപ്പിക് പോലും വിട്ടുകളയാതെ എല്ലാം കവർ ചെയ്ത് ഈ അവസരം നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണിത്. കട്ട് ഓഫ് എത്ര. അപ്പോൾ എക്സാം കഴിഞ്ഞു, നമ്മൾ ആൻസർ കീ വന്നു. അപ്പോഴും എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് കട്ട് ഓഫ് എത്രയാന്നുള്ളത്. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോം ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എത്ര മാർക്ക് കിട്ടി അതൊക്കെ അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് എത്രയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 644 സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ട് നമ്മളൊരു കുറെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടോട്ടൽ സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ 644 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ തന്നെ നമ്മളെ എജൂസ് സ്റ്റുഡൻസ് 232 സ്റ്റുഡൻസ് ആണ് നമ്മളെ സ്റ്റുഡൻസ്. ഓക്കെ, എജൂസിന്റെ സ്റ്റുഡൻസ് ആൻഡ് അതർ സ്റ്റുഡൻസ് 412 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ എജു സ്റ്റുഡൻസ് മാത്രമല്ല, അപ്പൊ നമ്മൾ ടോട്ടലി എക്സാം എഴുതിയ ഒരുവിധം എല്ലാ കുട്ടികളെയും നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് അവരുടെ മാർക്ക് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗ്രേറ്റർ ദാൻ നമ്മൾ 80 മാർക്കിന് കൂടുതൽ വന്നിട്ടുള്ളത് 2 കുട്ടികൾക്കാണ്. നമ്മളെ ഗൂഗിൾ ഫോം പ്രകാരം അതിൽ 2 കുട്ടികളും നമ്മളെ തന്നെയാണ്. ദെൻ 75 മുതൽ 80 മാർക്കിനിടയിൽ 8 കുട്ടികൾക്കുണ്ട്, 6 കുട്ടികൾക്കുണ്ട്. അതിൽ 4 സ്റ്റുഡൻസും നമ്മളെ എജൂസ് അക്കാദമിയുടെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. സോ ടോപ്പിൽ തന്നെ നമ്മളെ കുട്ടികൾ വന്നിട്ടുണ്ട്. അതെ, ഇതിൽ നിന്ന് നമ്മളെ എജൂസ് അക്കാദമി വളരെ നല്ലൊരു ക്ലാസ് ആണ് നിങ്ങൾ കാഴ്ചവെച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മെസ്സേജസ് ഒക്കെ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതായിരുന്നു നമ്മളെ ഏകദേശം ഒരു റേഞ്ച്. ഒരു ഗ്രേറ്റ് ലെസ് ദാൻ 30 ഒരു 80 കുട്ടികളുണ്ട്. അതുപോലെ 30 to 35 ഒരു 88, ദെൻ 35 to 40 112, ദെൻ 40 to 45 40, ദെൻ 45 to 50 104. അപ്പോ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ഇവിടെ കാണിക്കുന്നൊക്കെ നമ്മളെ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ്, നമ്പേഴ്സ് ആണ്. 77 ഔട്ട് ഓഫ് 104 77 നമ്മുടെ കുട്ടികളായിരുന്നു. പിന്നെ 72 57 നമ്മളെ കുട്ടികളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു നമ്പേഴ്സ് ഇവിടെ കാണാം. അതെ, അപ്പൊ നിങ്ങൾ തന്ന മാർക്ക് രേഖകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏകദേശം കട്ട് ഓഫ് എത്രയാവും എന്ന് നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പോ അതുപോലെ നിങ്ങൾക്ക് ഗ്രാഫും കാണാം. ഓക്കെ, അതിന്റെ ഒരു ടാബുലർ അനാലിസിസ് ആണിത്. അതെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏകദേശം എത്രയായിരിക്കും നമ്മുടെ കട്ട് ഓഫ് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം കട്ട് ഓഫ് വരുന്നത് 45 to 50 ആണ്. ഓക്കെ, അതിനിപ്പോ നമ്പർ ഓഫ് പോസ്റ്റുകൾ കൂടുകയാണെങ്കിൽ കട്ട് ഓഫ് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അതല്ല, ഇനിയിപ്പോ നമ്പർ ഓഫ് പോസ്റ്റ് കുറവേ അവർ അപ്പോയിന്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കട്ട് ഓഫ് ഇനിയും കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ ഏകദേശം ഒരു റേഞ്ച് 45 to 50 അല്ലെങ്കിൽ 50 to 55 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരിക. ഓക്കെ, അപ്പൊ ഏകദേശം കട്ട് ഓഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോ മാർക്ക് കുറഞ്ഞോ, ഇനി എന്താ? അപ്പൊ നമുക്ക് ആൻസർ കീ ഒക്കെ കിട്ടിയിട്ട് കുറച്ച് പേരൊക്കെ നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, അപ്പോ മാർക്ക് കുറഞ്ഞാൽ ഇനി ഒട്ടും വിഷമിക്കണ്ട. ഇതിപ്പോ നമ്മളെ ജീവിതത്തിലെ ലാസ്റ്റ് ടേണിംഗ് പോയിന്റ് ഒന്നുമല്ല. നമുക്ക് ഇനിയും പഠിക്കാനും ഇനിയും എക്സാം എഴുതാനൊക്കെ ഒരുപാട് അവസരമുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ മുന്നിൽ വന്ന കുട്ടികളൊക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, ഓരോരോ ഡേയും അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു നിലയിൽ അവരെത്തിയത് അല്ലെ. നമുക്ക് ആയിരിക്കില്ല. അതെ, എത്ര ദിവസം എങ്ങനെയാണ് അവരുടെ കഷ്ടപ്പാടൊന്നും നമ്മൾ കണ്ടില്ല അല്ലെ. നമ്മള് അവരുടെ റിസൾട്ട് മാത്രമാണ് കാണുന്നത് ഇവിടെ. സോ നിങ്ങൾക്കും പറ്റും, ഓരോരാൾക്കും ഇത് പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? കൺസിസ്റ്റന്റ് ലേണിംഗ് ആണ്. നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ട് പോവുക. നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ച് നമ്മൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇനി എക്സാം ഇനി വരുന്നില്ലല്ലോ, ഇനി എപ്പോഴാ വരികയെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ പഠിത്തം തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോ ഒരു പഠിച്ച് നമ്മൾ ആ ഒരു ഫ്ലോയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അതൊന്നും ഫീൽഡ് ഔട്ട് ആവാതെ നമ്മളത് തുടർന്ന് കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് എജൂസ് അക്കാദമിയുടെ കൂടെ നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് മുന്നേറാം. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഷ്യൻസാ വേണ്ട അല്ലേ. നമ്മളെ അത്രയും പേഷ്യൻസോടുകൂടെ നമ്മൾ ഇരിക്കണം. ഓക്കെ, നമ്മൾ എന്തൊരു വർക്ക് ചെയ്താലും എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. സോ മെല്ലെ പഠിക്കാം അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുമ്പോ ഒരു 2 hours അല്ലെ, 2 hours ഒന്ന് മാറ്റി വെക്കുക. ഇപ്പൊ ആൻസർ കീ നോക്കുമ്പോ എനിക്ക് മാർക്ക് കുറവാണല്ലോ, ഇനിയിപ്പോ ഞാൻ ഇത്ര നാളും കഷ്ടപ്പെട്ടു, ഇനിയിപ്പോ ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ, ഇനിയും പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പഠിച്ചു തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇനിയും എക്സാംസ് ഒക്കെ വരും, അതും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. നിങ്ങളെ ടൈമും പേഷ്യൻസും കണ്ടിന്യൂസ് ലേണിംഗും ഇതൊക്കെ
ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ്, നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നമ്മൾ നേരിടാൻ പോകുന്നത്. സോ എല്ലാവരും ഈ ഒരു കാര്യം എന്തായാലും മനസ്സിൽ വെക്കണം. ഓക്കെ, പിന്നെ ഒരു പ്രോവർബ് ഉണ്ട് അല്ലെ, റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ അല്ലെ, ഒരു ദിവസം കൊണ്ടല്ല ബിൽഡ് ചെയ്തത്, ബട്ട് ദേ വേർ ലേയിങ് ബ്രിക്സ് എവറി അവർ അല്ലെ. സോ എന്താണ് ഈ പ്രോവർബ് പറയുന്നത്? ഒറ്റൊരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാം സക്സസ് ഒറ്റൊരു ദിവസം കൊണ്ട് പറ്റുമോ? അതിപ്പോ നിങ്ങൾ എന്തൊരു ഫീൽഡ് എടുത്താലും ഇപ്പൊ നമ്മളെ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങനെ പൊട്ടിമുളച്ച് വരുന്നല്ല. നമ്മൾ ഓരോ ദിവസത്തെ നമ്മുടെ കുഞ്ഞു നമ്മളെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഠിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തായാലും വിജയം കാണാതെ പോവില്ല, നമ്മുടെ പരിശ്രമത്തിന് എന്തായാലും വിജയം കാണാതെ പോവില്ല. അതെ. ലോങ് ടേം DHS ബാച്ച്, അപ്പോൾ നമ്മളെ എജൂസ് അക്കാദമിയുടെ ലോങ് ടേം DHS ബാച്ചിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. നിങ്ങളെ പഠിത്തം നിങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പോകണം. അതിനായിട്ട് ലോങ് ടേം ബാച്ചിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. പിന്നെ ഒരുവിധം എല്ലാം എജൂസ് അക്കാദമിയുടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ സിലബസ് പ്രകാരം നമ്മൾ ഏതെങ്കിലും എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാമിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് സിലബസ് നമ്മൾ ആ ഫുൾ സിലബസ് കവർ ചെയ്യും. അതെ, നമ്മൾ ആ ഒരു ഓരോ ടോപ്പിക്സും ഫുൾ കവർ ചെയ്ത് അതോടൊപ്പം തന്നെ അതിന്റെ ടെസ്റ്റും നമ്മൾ ഉണ്ടാവും. അതിന്റെ PPT നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. ഇപ്പൊ സപ്പോസ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നമുക്ക് ചിലപ്പോ ലൈവ് അപ്പൊ നമ്മൾ അതിനായിട്ട് റെക്കോർഡഡ് ക്ലാസ് ആവശ്യമില്ല. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്ററിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ PSC എയിംസ് അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അതിന്റെ എല്ലാം തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്കും വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളും അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ ഏരിയ ഒക്കെ നമ്മൾ റാങ്ക് ഡിസൈഡിങ് ഏരിയ അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് സൂപ്പർ നോട്ട്സ് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ റാങ്ക് ബൂസ്റ്ററിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പീരിയോഡിക് റിവിഷൻ നമ്മൾ പഠിച്ചു പോകുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മന്ത്ലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എജൂസ് അക്കാദമി നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് കാര്യം പറഞ്ഞാൽ നമ്മുടെ ലാബ് മാസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ ബയോകെമിസ്ട്രി അല്ലെ, ബയോകെമിസ്ട്രി ബുക്ക് ഉണ്ട്. 3 ബുക്ക് ഒരുവിധം ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി കാണും. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ബാച്ചിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം അല്ലെ. അതെ, ബയോകെമിസ്ട്രി ഉണ്ട്, പാത്തോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സിലബസും അതെ, നമ്മുടെ സിലബസ് മൊത്തം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ബുക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമ്മുടെ സിലബസ് ഒരു കുഞ്ഞു ടോപ്പിക്ക് പോലും വിട്ടുകളയാതെ എല്ലാം കവർ ചെയ്ത് ആ വെറും ഡിസ്കഷൻ മാത്രമല്ല, നമ്മൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ബുക്കിൽ തന്നെ നമുക്ക് MCQ പ്രാക്ടീസ് ചെയ്ത് നോട്ടൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇത് ഫ്രീ ആണ്. ഓക്കെ, ഇത് ഫ്രീ ആണ്. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു പോയിന്റ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവരും എജൂസ് അക്കാദമിയുടെ കൂടെ തന്നെ നിൽക്കുക, എജൂസ് അക്കാദമി ജോയിൻ ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, സോ എജൂസ് അക്കാഡമി പുതിയ ബാച്ച് തുടങ്ങുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പഠിക്കാം. ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് ടഫ് ആണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനിയും എക്സാം ഒക്കെ വരുന്നതാണ് അല്ലെ, അപ്പൊ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ എല്ലാരും ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നന്നായി പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.